ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ മത്തൻ കൃഷിയാണ്. ഞാൻ മത്തന് നട്ടു കൊടുത്തിരിക്കുന്നത് ഗ്രോ ബാഗിലാണ്. നിങ്ങളാരെങ്കിലും ഇതുപോലെ ഗ്രോ ബാഗിൽ മത്തൻ കൃഷി ചെയ്തിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് മത്തൻ കൃഷി ചെയ്യുന്നത്. നമ്മുടെ ഗ്രോ ബാഗിലാണ് മത്തന് നട്ടു കൊടുത്തിരിക്കുന്നത്. അത് കണ്ടോ, ഇതാണ് നമ്മുടെ മത്തൻ്റെ വള്ളി ഇങ്ങനെ കയറ്റി വിട്ടുകൊടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ വിത്ത് പാകി മുളപ്പിച്ചതിന് ശേഷം നമ്മുടെ ഗ്രോ ബാഗിലേക്ക് എൻ്റെ തൈയെ പറിച്ച് മാറ്റി വെച്ച് കൊടുക്കുകയായിരുന്നു. നമ്മുടെ മത്തനിലൊക്കെ പൂക്കളിടുകയും അതുപോലെ തന്നെ കായ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ആ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മത്തനിലെ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറാണ്, കാണാൻ നല്ല ഭംഗിയാണ്. നല്ല മഞ്ഞ കളറിലാണ് നമ്മുടെ മത്തന് ഉണ്ടായി വന്നിരിക്കുന്നത്. അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്. 2 മത്തങ്ങ എനിക്ക് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ചെറുത് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊന്നും നമുക്ക് ഇങ്ങനെ ഇടാനൊന്നും പറ്റത്തില്ല. ഞാൻ കവറിട്ട് കൊടുത്ത് നിർത്തിയിരുന്നതാണ്. ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ കവറ് ഓപ്പൺ ചെയ്തെടുത്തത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അങ്ങനെ 2 മത്തന് ഇത്രയും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നീട് ഒരു ചെറിയ കായം കൂടെ ഉണ്ടായി വരുന്നുണ്ട്. അതോടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അടുത്ത കായം. അതിന് ഞാൻ കവർ ഇടാറായിട്ടില്ല. അതിൻ്റെ പൂവൊക്കെ പൊഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കവറിട്ട് കൊടുക്കാറുള്ളത്. പകരം ഒരു ഇല കൊണ്ട് ഇതിനെ ഇങ്ങനെ മറച്ച് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പം ഞാൻ ആ ഇല മാറ്റി കൊടുത്തതാണ്. നമുക്കിങ്ങനെ ഈച്ച കുത്താതെ ഇങ്ങനെയൊക്കെ ഒന്ന് സംരക്ഷിച്ച് വെക്കാം. ഇത് കുറച്ചും കൂടെ വലിപ്പമായതിനു ശേഷം കവറിലിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം മത്തൻ നമുക്കിതുപോലെ ഗ്രോ ബാഗിലും കൃഷി ചെയ്തെടുക്കാം. ഞാനിത് നട്ടു കൊടുത്തത് ചാണകപ്പൊടിയും മണ്ണും നെല്ലിപ്പൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മത്തൻ്റെ തൈയെ ഗ്രോ ബാഗിൽ നട്ടു കൊടുത്തത്. അപ്പോൾ നമുക്ക് കായൊക്കെ പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ മത്തൻ ഇതുവരെ ഇവിടെ നട്ടു നോക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ അടുക്കള തോട്ടത്തിൽ ആദ്യമായിട്ട് മത്തൻ കൃഷി ചെയ്ത്. കൂടാതെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ജൈവ സ്ലറി എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പം നമുക്ക് നല്ല മഴയാണ്. അത് കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് വളം ഇട്ട് കൊടുത്താൽ അതങ്ങ് ഒലിച്ചു പോവുകയും ചെയ്യും. മഴയില്ലാത്ത ദിവസം നോക്കി ഞാൻ ജൈവ സ്ലറിയൊക്കെ നമ്മുടെ ഈ മത്തൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഉപയോഗിച്ചുള്ള ജൈവ സ്ലറിയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഞാൻ ഈ തേയിലവെള്ളം തിളപ്പിച്ചിട്ട് ചായ ഉണ്ടാക്കിയിട്ട് അതും നേർപ്പിച്ച് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് ഇതിനും ഒഴിച്ചു കൊടുത്തിരുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ പൂക്കളും കായ്കളും ഒക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഓണം ആകുമ്പോഴത്തേക്ക് ഏതായാലും നമ്മുടെ മത്തൻ വലുതാവുകയില്ല. ഓണം കഴിഞ്ഞാണെങ്കിലും നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു മത്തങ്ങയൊക്കെ വിളവെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതൊരു വലിയ പന്തലാണ്. ഈ പന്തലിലെല്ലാം നമ്മൾ പലവിധമായ പച്ചക്കറികൾ കയറ്റി വിട്ടിരിക്കുന്നതാണ്. ഇതാ കുമ്പളം കിട്ടും. കുമ്പളങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കുമ്പളത്തിനെയൊക്കെ ഞാൻ കവറിട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം അതെല്ലാം ഈച്ച കുത്തുന്നുണ്ടായിരുന്നു. ഈച്ച ശല്യത്തിന് ഞാൻ വേറെ ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാറില്ല. ഇതുപോലെ കവറിട്ട് സൂക്ഷിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം മത്തൻ കൃഷിയില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒരു മത്തൻ്റെ വിത്തൊക്കെ ഒന്ന് പാകി മുളപ്പിച്ചിട്ട് ഒരു ഗ്രോ ബാഗിലോ ഒരു ചാക്കിലോ ഒക്കെ നട്ടു കൊടുത്തിട്ട് നമുക്ക് ഒരു നെറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ നെറ്റിൽ വലിച്ചു കെട്ടിയിട്ട് അതിലേക്ക് കയറ്റി വിടാവുന്നതാണ്. അല്ല സ്ഥലമുള്ളവർക്കാണെങ്കിൽ തറയിൽ വിടുന്നതാണ് നല്ലത്. നമുക്ക് ഇവിടെ വലിയധികം സ്ഥലമൊന്നുമില്ല അങ്ങനെ പടുത്തി വിടാനൊന്നും നിലത്തൂടെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ മത്തങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വേറെ പൂക്കളൊക്കെ ഒത്തിരി ഉണ്ട്. അതെല്ലാം മുകൾ വശത്തായത് കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ പന്തലിൽ തന്നെ നമുക്ക് പീച്ചിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബറുണ്ട്, വെള്ളരിയുണ്ട്, കോവലുണ്ട്, പിന്നെ നമുക്ക് ചുരക്ക കയറ്റി വിട്ടിട്ടുണ്ട്. ഒത്തിരി പച്ചക്കറികൾ നമ്മളിതിൽ തന്നെ കയറ്റി വിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കയറ്റി വിടരുതെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക്
സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കൃഷി ചെയ്ത് എടുക്കാറുള്ളത്. അപ്പം സ്ഥലമില്ലാത്തവരും ഇതുപോലെയൊക്കെ നിങ്ങൾക്കൊരു കുഞ്ഞ് അടുക്കളത്തോട്ടമൊക്കെ നിങ്ങളുടെ മുറ്റത്ത് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പം ഞാൻ ഞങ്ങളുടെ മുറ്റത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തക്കാളി കൃഷിയൊക്കെ വീടിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ മഴയായതുകൊണ്ട് നമുക്കിപ്പം കയറാനേ പറ്റുന്നില്ല. എങ്കിലും എൻ്റെ മത്തൻ കുട്ടന്മാരെ കണ്ടോ, നല്ല ഭംഗിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.